മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികൾക്കും നായന്മാർക്കും ഈഴവർക്കും ഉള്ള അസൂയയുടെ കാരണം. കേരളത്തിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പൊതുവെ റിച്ച് ആണ്, അല്ലെങ്കിൽ മറ്റ് പല വിഭാഗങ്ങൾക്കും അസൂയ തോന്നുന്ന രീതിയിൽ അത്രമാത്രം റിച്ച് ആണ്. അവരിൽ നല്ലൊരു ഭാഗവും മലബാർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ചും എന്ന് പറയാം. എന്തുകൊണ്ട്? അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗൾഫ് മണി എന്നുള്ളതാണ്. കേരളം എങ്ങനെയാണ് പച്ച പിടിച്ചത്? കേരളത്തിലേക്ക് ഒരു 70കൾ മുതൽ വന്ന ഗൾഫ് മണി തന്നെയാണ്. ഇന്ന് നമ്മുടെ GSDPയുടെ ഒരു 4/1 NRI റെമിറ്റൻസ് ആണ് എന്ന് പറയുമ്പോൾ കേരളം നിലനിൽക്കുന്നത് തന്നെ ഗൾഫ് മണിയിൽ തന്നെയാണ് ഇന്നും എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഗൾഫ് പ്രവാസികളാണ് കേരളത്തെ രക്ഷപ്പെടുത്തിയെങ്കിൽ അതിൽ ഏറ്റവും മികച്ച സംഭാവന നൽകിയതാരാണ്? കേരളത്തിലെ മുസ്ലിം വിഭാഗം തന്നെയാണ്. ഇത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നും കാര്യമില്ല, ഇതൊരു ഫാക്ട് ആണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൂടുതലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളല്ല, യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുമൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ അവിടെ പോയാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ പണമൊന്നും വരാനില്ല. ഇന്നും ഗൾഫിലേക്ക് പോകുന്നവർ തന്നെയാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് ഓടിക്കുന്നത്. അവിടെയാണ് ഇന്നും ഗൾഫിലേക്ക് പോകുന്നതിലും ഗൾഫിൽ നിന്ന് പണം അയക്കുന്നതിലും മുസ്ലിം വിഭാഗം മാത്രമാണ് പിന്നോട്ട് പോകാത്തത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പലരും മുസ്ലിംസ് ആണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം തുടങ്ങിയത് വലിയ ബിസിനസ്സുകളിൽ നിന്നുമല്ല. ഇവരെല്ലാം ഗൾഫിൽ പോയി ബിസിനസ് ചെയ്യുകയാണെന്നല്ല പറഞ്ഞത്. ഭൂരിഭാഗം ആളുകളും സാധാരണ ജോലികൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവരെല്ലാം കൂടി കേരളത്തിലേക്ക് അയക്കുന്ന പണം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാടുകളും പ്രവാസികൾ ജീവിതം ത്യജിക്കുന്നതും ഒക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നതും സംഭാവന നൽകുന്നതും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് എന്ന് ഓർക്കേണ്ടതാണ്. ഇതിന്റെ തുടർച്ച എന്നോണം പറയേണ്ട മറ്റൊരു കാര്യമാണ് സംരംഭകത്വം. അതായത് ഒരു ബിസിനസ് കൊണ്ട് മാത്രമേ ഒരു സംസ്ഥാനം രക്ഷപ്പെടൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ബിസിനസ് ചെയ്യുന്നവരാണ്. അതായത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ്സേ ചെയ്യൂ എന്നൊന്നുമില്ല. അവര് ഏറ്റവും നിസ്സാരമായിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നത് മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഏത് ബിസിനസ് മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ട്. മുസ്ലിംസ് ഏറ്റവും കുറവുള്ള കോട്ടയം, പത്തനംതിട്ട പോലെയുള്ള ജില്ലകൾ എടുത്താൽ പോലും അവിടെ എല്ലാം ബിസിനസ് ചെയ്യുന്ന മേഖലയിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. എന്തുകൊണ്ടാണ്? അതൊരു മനോഭാവമാണ്. കച്ചവടം ചെയ്യാനുള്ള കഴിവ്, പാരമ്പര്യം, താല്പര്യം. അതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്തത്. ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് കയറി പോയാൽ മതി, അല്ലെങ്കിൽ ഭൂരിഭാഗം ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ നല്ലൊരു ഭാഗത്തിനും ഇന്നും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള രീതിയിലാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ ഏറ്റവും സമ്പന്നരായ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ് എന്ന് കാണാം. കാരണം അവരുടെ കയ്യിലാണ് പണമുള്ളത്. അത് തന്നെയാണ് അവരുടെ ആഡംബരം നിറഞ്ഞ വിവാഹങ്ങളിലും അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരിൽ പലപ്പോഴും അവരുടെ പേരുകൾ വരുന്നതും ഒക്കെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതായത് ഏറ്റവും അധികം NRI റെമിറ്റൻസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും അധികം ബിസിനസ്സുകൾ കേരളത്തിൽ ചെയ്യുന്നതും അവരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് അവർ നൽകുന്ന സംഭാവനകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. എപ്പോഴും ഇവരെ കുറ്റം പറയാൻ മാത്രമാണ് എല്ലാവർക്കും താല്പര്യമെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്. Oh